വളരെ അയാൾക്കെതിരായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ പോയത് വളരെ ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. വേർ ഇസ് ദി പ്രൂഫ് ദാറ്റ് ഹി ഈസ് ഇൻവോൾവ് ഇൻ ഇറ്റ്? ഒരു യാതൊരു പ്രൂഫും ഇല്ലാതെ ജനം മുഴുവനും കൂടെ ഞാൻ വേറൊരു സീൻ കണ്ടതുകൊണ്ട് പറയാം. ഞാനൊരിക്കലും ഒരു സിനിമാക്കാരുടെ ഒരു വലിയ പ്രോഗ്രാം നടക്കുകയാണ് ഇവിടുത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇതുണ്ടല്ലേ ഇവിടുത്തെ തുമ്പയിലെ ഇതുണ്ട് പ്രൊജക്റ്റിലെ ആ കേസ് വെച്ച് VSLC അതിൻ്റെ പേരിൽ വലിയ കോൺട്രവേഴ്സി ഭയങ്കര പത്രങ്ങളെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് കരുണാകരൻ കയറി വരുന്നു സ്റ്റേജിലേക്ക്. സ്പൈ കേസ് എൻ്റെ ഓഡിറ്റോറിയം അല്ലല്ലോ, എൻ്റെ സ്റ്റേഡിയം മുഴുവനും കൂടെ കൂവാണ്. അത് കൂവാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ ഡോണ്ട് നോ why they were shooting, why they were howling, why they were insulting like that. And eventually it was proved that he had no role in it. This media is doing that sometimes. It's very unkind, unjustified. ദിലീപ് നിരപരാധിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് ഇഫ് യു ആസ്ക് മീ, യെസ്. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഈ പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ ഡീൽ ചെയ്ത ഒരാളെന്നുള്ളതിൽ പറയുകയാണ്. അങ്ങനെയുള്ള കൃത്യമൊന്നും അയാൾ ചെയ്യാൻ വഴിയില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പോയി എഴുതിയിട്ട് ഞാൻ പിന്നെ എല്ലാവർക്കും ഉത്തരം പറയേണ്ടി വരും. I believe they cannot punish him because there is no proof. There is as long as there is no proof, it is not punishable. ഒരാൾ പറഞ്ഞുകൊണ്ട് മാത്രം ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ? ഒരേ സമയത്ത് പിന്നെ ഫോണിൻ്റെ ടവറിൻ്റെ കീഴിലാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ ശിക്ഷിക്കാൻ പറ്റുമോ? ടവറിൻ്റെ കീഴിൽ എത്രയോ പേര് വരും. പിന്നെ ഒരു പച്ചക്കള്ളം പോലീസ് അന്ന് വരുത്തി. ഞാൻ അതുകൊണ്ട് പറയുകയാണ് അൺട്രൂ ആണെന്ന്. പോലീസ് വരുത്തിയ ഒരു പച്ചക്കള്ളം എൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പിന്നെ സുനി എന്ന് പറയുന്നത്, സുനി എന്ന് പറയുന്നവൻ അവിടെ വന്നെന്നും അവിടുത്തെ എല്ലാവരുടെയും ഡാളിങ് ആയിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടൊരു റൈറ്റപ്പ് വന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ മാനേജറെ വിളിച്ച് പറഞ്ഞു, ഇയാൾ പോയിട്ട് കൃത്യമായിട്ട് അന്വേഷിക്കും, ഇങ്ങനെ ഒരുത്തൻ അവിടെ വന്നിട്ടുണ്ടോ. എന്തായാലും എൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളെ അവിടെ. ഇവിടെ പറഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീട്ടിലാണ്, അതിന് ചുറ്റും മതിലൊക്കെ ഉള്ളതാണ്. അതിനകത്തോട്ട് നമ്മൾ വിടുന്ന ആളല്ലാതെ ഒരാളിനെ അകത്ത് കയറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുത്തൻ അവിടെ വന്നിട്ടേ ഇല്ല. ഇറ്റ് ഈസ് എ ഫേക്ക് സ്റ്റോറി, പ്ലാന്റഡ്. ഞാൻ പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ ആൻഡ് മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്? ഐ കനോട്ട് ഡു ദാറ്റ് ബിക്കോസ് യു ആർ പ്രൊഡക്ഷൻ മാനേജർ, യു ആർ നോ പ്യുവർ നോളജ് അബൌട്ട് ഇറ്റ്. അയാൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞു, അതേ എന്നോട് പലരും ഉപദേശിച്ചത് പോയി കഴിഞ്ഞാൽ പോലീസുകാർ പിന്നെ നമ്മുടെ പുറകെ വരും, പേടിച്ചിട്ടാണ്. ഞാൻ പിന്നെ പ്രസ് ചെയ്തില്ല, ശല്യം വേണ്ട എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ ഓരോ കഥകളാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് എനിക്കറിയാവുന്ന ഒരു കേസായി പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഉദാഹരണമായി പറഞ്ഞത്, there have been fake charges. You cannot punish somebody like that. Fortunately, the law is looking for evidence. സിനിമ ഒരു ക്രിയേറ്റീവ് വർക്കാണെങ്കിൽ പലപ്പോഴും ക്രിയേറ്റീവ് അല്ല. It's most of the time it is loathsome. How can he be given the creativity, that license for that creativity thing? ക്രിയേറ്റീവാണ് അയാളുടെ വർക്കെങ്കിൽ മാത്രമേ അതിനൊക്കെ കൺസിഡർ ചെയ്യാൻ നോക്കുള്ളൂ. അയാൾ ഒരുപാട് തല്ലിപ്പൊളി സിനിമകൾ വരുന്നുണ്ട്, അവരുടെ എല്ലാം ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? യാതൊന്നിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ പടങ്ങൾ എടുക്കുന്നുണ്ട്. As an artist, you have a certain commitment. First to your work and then to your people around, your society. ചിലപ്പോൾ ഇതേ റീസൺ കൊണ്ടാണ് ദിലീപിനെ കൊണ്ടൊരു സിനിമ ചെയ്തതെന്ന കേസ് കത്തി നിൽക്കുന്ന സമയത്താണ്. അതിനുശേഷം ആ സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഒരു ആർട്ട് ഫിലിം ചെയ്യാനുള്ള പ്രചോദനം എന്തായിരുന്നു? ഞാൻ ആർട്ട് ഫിലിം എടുത്തിട്ടില്ല. പ്ലീസ് ഡോണ്ട് യൂസ് ദാറ്റ് ടേം. സോറി. സാറിന്റെ ഒരു നായകൻ നമ്മുടെയൊക്കെ മനസ്സിൽ സാറിന്റെ ഫിലിമിൽ ഒരു ഹീറോ ആയിട്ട് ദിലീപിനെ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്തൊരു മുഖമാണ്. നമ്മൾ ആക്ച്വലി സർപ്രൈസ്ഡ് ആയിരുന്നു അങ്ങനെ ഒരു ചോയ്സ്. എന്താണ് എനിക്ക് അങ്ങനെ ഒരാളിനെ ആയിട്ട് വേണ്ടിയിരുന്നത് ആ റോളിൽ പ്ലേ ചെയ്യാനായിട്ട്. അയാളെ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. സാറിന്റെ മനസ്സിൽ ഏറ്റവും അപ്രീസിയേഷൻ തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആരായിരിക്കും? BK നായർ. നിങ്ങൾ അങ്ങനെ അറിയത്തില്ല.
BK നായർ എൻ്റെ പടത്തിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹം പ്രൊഫഷണലി യു ആസ് എ ഫോട്ടോഗ്രാഫർ. ചിറയൻകീഴിൽ ശങ്കരപിള്ള സാറിൻ്റെയൊക്കെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു. നേരത്തെയൊക്കെ നാടകങ്ങൾ അഭിനയിച്ചിരുന്നു. ശങ്കരപിള്ള സാറിൻ്റെ ഒരു നാടകത്തിലാണ് ഞാൻ പുള്ളിയെ കണ്ടെത്തിയത്. അങ്ങനെ ഞാൻ കാസ്റ്റ് ചെയ്തത്. എൻ്റെ എല്ലാ പടങ്ങളിലും ഉണ്ട്. അദ്ദേഹം മരിക്കുന്നത് വരെയുണ്ട്. അദ്ദേഹം മരിക്കുന്നത് എനിക്ക് സുമാരൻ നേരം മറ്റോ അങ്ങനെ അവതരിപ്പിക്കാനായിട്ട് പോയി കാണാൻ പോയി. അപ്പോൾ അങ്ങനെ ചോദിച്ചു, അടൂരിൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളോട് വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ടുള്ള ഒരാക്ടറേ ഉള്ളൂ. എൻ്റെ പടത്തിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ബട്ട് ഈസ് എ ഗ്രേറ്റ് ആക്ടർ. എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള ആളാണ്. നരിമാരിൽ ഇറ്റ് ഇസ് കാവ്യയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ പിന്നെയും എന്ന് പറഞ്ഞ പടത്തിൽ. അത്രയും വെറൈറ്റിയുള്ള റോള്, അത്രയും വെറൈറ്റിയുള്ള സിറ്റുവേഷൻസൊക്കെ കിട്ടിയൊരു ചാൻസ് ഒരു ആക്ടർക്ക് അപൂർവമായിട്ട് കിട്ടുന്നത്. അങ്ങനെ അവരുടെ ഹസ്ബൻഡിൻ്റെ അവരുടെ ഭർത്താവിൻ്റെ കഥയാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. തീർന്നു വന്നപ്പോൾ അവരുടേതായി മാറി. അങ്ങനെ മാറിയതാണ് ട്രാൻസ്ഫോർമേഷൻ. ക്യാരക്ടേഴ്സ് വിൽ ടേക്ക് ഓവർ. യു ഇൻട്രൊഡ്യൂസ് സിറ്റുവേഷൻസ് ഇറ്റ് ഗോസ്. ഇറ്റ്സ് എൻ ഓർഗാനിക് ഗ്രോത്ത്. ഒരു സിനിമ പലരും കാണുമ്പോൾ പല രീതിയിലാണ് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഒരാൾ കണ്ടെങ്കിൽ കണ്ടോട്ടെ, നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. മേശയും കസേരയും പോലെ അല്ല ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുന്നത്. യു ബ്രിങ് യുവർ ഓൺ എക്സ്പീരിയൻസ് ഇൻ ദി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് എ ഫിലിം ഹിയർ, any artwork. So subjectivity is a very important part of it. So it is ഈ മേശയിലല്ല മേശയിരിക്കുന്നത്, മേശയുടെ പറ്റിയുള്ള എൻ്റെ പെർസെപ്ഷനിലാണ് മേശയിരിക്കുന്നത്. ഇത് കാലും 4 കാലും ഇതൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ആർട്ട് അതല്ല. There is a lot of what is in the perceiver's mind and understanding. സർ, ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഇഷ്ടമായി മനസ്സിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതെന്ന് തോന്നുന്നത് ഏതാണ്? ഓരോ സിനിമയും ഞാൻ ഒരുപാട് ആലോചിച്ചും ഒരുപാട് ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുമാണ് ഞാൻ ചെയ്യുന്നത്, പുറത്തു നിന്നല്ല. ഏറ്റവും ഇഷ്ടമുള്ള ഇന്ത്യൻ ഫിലിം ഡയറക്ടർ, ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യൻ? സത്യജിത് റേ. പിന്നെ ഒരു ഭാഗങ്ങളുണ്ട്. സത്യജിത്രയ്ക്ക് എന്നോട് വലിയ കാര്യം ഇഷ്ടമായിരുന്നു, എൻ്റെ പടങ്ങൾ ഇഷ്ടമായിരുന്നു. സത്യജിത്രയോട് ഇതുപോലെ പോയി ആരാണ്ട് ചോദിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം മേക്കർ ആരാണ്? അടൂർ. അടൂർ. അതുകൊണ്ട് എന്താ വേണ്ടേ? നമുക്ക് അങ്ങനെ ഒരു എന്നെ പിടിച്ചു നിർത്തുന്ന, എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവം അതാണ്. കുറേ നല്ല മനുഷ്യരുടെ അനുഗ്രഹമുണ്ട് എനിക്ക്, സീനിയറായിട്ടുള്ള എന്നെ കണ്ട്. ഞാൻ അവരെയൊന്നും നിന്ദിച്ചിട്ടില്ല, ഒരാളിനെയും നിന്ദിച്ചിട്ടില്ല. അവരിൽ നിന്നെല്ലാം ഞാൻ പഠിച്ചതാണ്. ഋത്വികട്ടക്കാരൻ എൻ്റെ ടീച്ചറായിരുന്നു. ബട്ട് ഐ വാസ് നെവർ ക്ലോസ് ടു ഹിം ആസ് ഐ വാസ് വിത്ത് റേ ഓർ മൃണാൽ സെൻ. അവരൊക്കെ വലിയ മനുഷ്യരായിരുന്നു, വലിയ ഫിലിം മേക്കേഴ്സായിരുന്നു, വലിയ മനുഷ്യരുമായിരുന്നു. അവരുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ, അവരുടെ ഒരു വാത്സല്യം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹമാണ് ജീവിതത്തിൽ. പിന്നെ പേഴ്സണലി കൂടുതൽ അടുപ്പം, കുറച്ചുകൂടെ അടുപ്പമായിരുന്നു. റേ കുറച്ച് എല്ലാവർക്കും ആണെങ്കിൽ പോലും അല്പം പുള്ളിക്ക് ഒരു ക്യാരക്ടറിലുള്ള ഡിസ്റ്റൻസിങ് ഉണ്ടല്ലോ. മൃണാളിനെ അതേപോലെ അല്ല, സാധാരണ മനുഷ്യരായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ വലിയ നമ്മൾ ഗ്രേറ്റ് പീപ്പിൾ, ഗ്രേറ്റ് മെൻ എന്ന് പറയുന്ന അങ്ങനെയുള്ളവർ ഇല്ലാതാവും എന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ഫീൽഡിലും, സിനിമ മാത്രമല്ല. അവരെ ഡിസ്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. ആളുകളുണ്ട്, തീർച്ചയായിട്ടും എല്ലാ രംഗത്തും ഉണ്ട്. ഡിസ്കവർ ചെയ്യാൻ സമയം എടുക്കും. കേരളത്തിൽ ഡിസ്കവർ ചെയ്യപ്പെടുന്നത് മരിച്ചതിന് ശേഷമേ ഉള്ളൂ. കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അയാൾക്കൊരു ഗുണം വരരുത്. അവരുടെ അപ്രീസിയേഷൻ കൊണ്ട് നിർബന്ധമാണ്. ചാവുന്നതിൻ്റെ പിറ്റേ ദിവസം ഗംഭീരം ട്രിബ്യൂട്ട്സ് കൊടുക്കും. സിനിമയുടെ പാട്ടല്ല ഗാനമൊന്നും. അങ്ങനെ ഇപ്പോൾ സിനിമയുടെ പാട്ടല്ലാതെ ഒരുപാട് സിനിമ വരുന്നുണ്ട്. ഗുസ്തി, ബ്ലഡ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിർബന്ധമായിട്ടും വരുന്നുണ്ട്. ഇപ്പോൾ അടി, ഇടി, ഇതൊന്നും സിനിമയുടെ ഭാഗമൊന്നും അല്ല. സിനിമ നമ്മളൊരു വളരെ ഒരു മെഡിറ്റേഷനും കൂടി ഉണ്ടാകുന്ന ഒരു വർക്ക് ആവണം. അല്ലാതെ 4 പേര് ചേർന്ന് അടിപൊളി ഉണ്ടാക്കുന്ന സാധനമല്ല സിനിമ. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞുണ്ടാക്കുക സിനിമ ഉണ്ടാക്കുന്നു.
അതല്ല സിനിമ. അതുകൊണ്ടാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ നല്ല സിനിമ കാണണം. സിനിമകളിലേക്ക് ആദ്യത്തെ സിനിമ കാമുകി, ആദ്യത്തെ സിനിമയുടെ ശ്രമം അതെന്തുകൊണ്ടാണ് സാർ പകുതി വഴിയിൽ? അത് മുഴുവനും കുഴപ്പമായിരുന്നു. അതിൽ ചെയ്തതെല്ലാം തെറ്റുകളായിരുന്നു. എൻ്റെ ആദ്യത്തെ പടം എന്നുള്ള നിലയിൽ എൻ്റെ പരിചയക്കുറവ്, പിന്നെ ഏറ്റവും വലിയ കാര്യം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിച്ച് വന്ന പ്രൊഡ്യൂസർ ആ പൈസ വേറെ ഡൈവേർട്ട് ചെയ്തു. പിന്നെ നമ്മൾ തെറ്റിദ്ധാരണ നമുക്കൊക്കെ ഉണ്ടായിരുന്നു, അറിവില്ലായ്മയാണ്. കാരണം ഒരു പടത്തിൻ്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ടറെ കാണിച്ച അയാളെ കൊണ്ടുവന്നു, പിന്നെ ബാക്കി പൈസ മുടക്കിയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതൊന്നും സംഭവിച്ചില്ല. നമ്മളൊരു 4-5 ദിവസം ഷൂട്ട് ചെയ്തു. അപ്പം പിന്നെ പലരെ ഒന്ന് വിളിച്ച് കാണിക്കുകയും ചെയ്തു. കൃത്യമായിട്ടല്ല എനിക്ക് ഓർമ്മയില്ല. അത് 70 അടുപ്പിച്ചായിരിക്കണം. എല്ലാവരും ഉണ്ടായിരുന്നു. മധു ഉണ്ടായിരുന്നു, പിന്നെ ഉഷാ നന്ദിനി എന്ന് പറഞ്ഞ നടി ഉണ്ടായിരുന്നു, PJ ആൻ്റണി ഉണ്ടായിരുന്നു, അടൂർ ഭാസി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ കാസ്റ്റായിരുന്നു എൻ്റെ.